ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ആ, എന്താ ഇവിടെ ഒരു ഒച്ച കേൾക്കുന്നേ? ആരാ ഇവിടെ ബഹളം വെക്കുന്നേ? വാ, നമുക്ക് പോയി അന്വേഷിച്ച് നോക്കാമോ എവിടെന്നാ ഈ ശബ്ദം വരുന്നേന്ന്? ആ വാ. ഞാൻ എത്ര സുന്ദരിയാണ്! നീയോ? പല നിറങ്ങൾ എനിക്കുണ്ട്, അതിനാൽ ഞാനാണ് സുന്ദരി. രണ്ടുപേരും അടി കൂടണ്ട. പൂമ്പാറ്റകളും വണ്ടുകളും എനിക്ക് ചുറ്റും എപ്പോഴും വട്ടമിടുന്നത് കണ്ടിട്ടില്ലേ? അതിനാൽ എല്ലാവർക്കും എന്നെയാണ് ഇഷ്ടം. നിന്നെക്കാൾ സുഗന്ധം എനിക്കുണ്ട്. തർക്കിക്കണ്ട, നിങ്ങളെക്കാൾ സുഗന്ധം എനിക്കാണ്. എന്റെ അത്ര സുഗന്ധം വേറെ ആർക്കും തന്നെ ഇല്ല. മനസ്സിലായോ നിങ്ങൾക്ക് എവിടെന്നാ ശബ്ദം വരുന്നത്? ആ, പൂക്കളുടെ ശബ്ദമാണല്ലേ. അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് ആരാ? പൂക്കള് അല്ലേ? ദേ നോക്കിക്കേ, ആ പൂക്കളുടെ ഇടയിൽ ഒരാളും കൂടി വരുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം ആരാ അതെന്ന്. നിങ്ങളിങ്ങനെ തർക്കിച്ചുകൊണ്ടിരുന്നോ? കാട്ടിലെ വിശേഷം വല്ലതും അറിഞ്ഞോ? എന്താ എന്താ അവിടെ വിശേഷം? എനിക്കിപ്പോ നിൽക്കാൻ സമയമില്ല. ഞാൻ കാട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം, എന്നിട്ട് വിശേഷം പങ്കുവെക്കാൻ കൂട്ടരെ. ശരി കൂട്ടുകാരാ, വേഗം വരണേ. എന്താ മക്കളെ കാട്ടിലെ വിശേഷം? എന്തായിരിക്കും? കാട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ആരൊക്കെയാ? പക്ഷികളുണ്ട്. പിന്നെ വേറെന്തുണ്ട്? മൃഗങ്ങളുണ്ടല്ലേ? പക്ഷികൾ, മൃഗങ്ങൾ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കാട്ടില്? മരങ്ങളുണ്ട്, പിന്നെ പൂമ്പാറ്റകളുണ്ട്, പിന്നെ വേറെന്തുണ്ട്? പുഴകളുണ്ട്. അതെ അതെ, കാട്ടില് എന്തൊക്കെയുണ്ട്? മൃഗങ്ങളുണ്ട്, പിന്നെ പക്ഷികൾ, മരങ്ങൾ, പിന്നെ എന്തൊക്കെയുണ്ട്? പുഴകൾ. അതെ, കാട്ടിലുള്ള മൃഗങ്ങളുടെ പേരറിയാമോ നിങ്ങൾക്ക്? അറിയാമോ? എന്തൊക്കെ മൃഗങ്ങളാണ് കാട്ടിലുള്ളത്? ആനയുണ്ട്. പിന്നെയോ? പുലിയുണ്ട്. പിന്നെ എന്തൊക്കെയാ? മാനുണ്ട്. പിന്നെ കരടിയുണ്ടല്ലേ? ശരി, ഈ കാട്ടിലെ മൃഗങ്ങളുടെ പേരൊക്കെ ടീച്ചറിനൊന്ന് എഴുതി കാണിച്ചു തരുമോ? ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ കാട്ടിലെ മൃഗങ്ങളുടെ പേരൊന്ന് എഴുതി വെച്ചേക്കണേ. ശരി, അതാ അങ്ങോട്ട് നോക്കിയേ, അവിടെ കാട്ടിൽ എല്ലാ മൃഗങ്ങളും കൂടി, നിങ്ങൾ പറഞ്ഞില്ലേ മൃഗങ്ങളുടെ പേര്, ആ മൃഗങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് എന്തോ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക? നമുക്കൊന്ന് പോയി നോക്കിയാലോ കാട്ടിലേക്ക്? പോകാമോ? എന്നാ വാ, നമുക്ക് കാട്ടിലോട്ടൊന്ന് പോയി നോക്കാം. ഹായ്, ഇവിടെ എന്താ ഒരു മണം? എന്തിൻ്റെ മണമായിരിക്കും ഇത്? ആരോട് ചോദിക്കാനാ? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അതാ ഒരു പക്ഷി വരുന്നുണ്ട്. ആ പക്ഷി കാണുന്നില്ല, അതിപ്പോ ഇങ്ങോട്ട് വരുമായിരിക്കും. ഈ കാട്ടില് എന്തിൻ്റെയൊക്കെ മണമായിരിക്കും വരിക? പഴവർഗ്ഗങ്ങൾ പഴുത്തതിൻ്റെ മണമായിരിക്കും അല്ലേ? ഏതെങ്കിലും ഒരു പഴവർഗ്ഗത്തിൻ്റെ മണം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഏത് പഴം? ചക്കപ്പഴം. പിന്നെ വേറെന്തായിരിക്കും? പഴവർഗ്ഗങ്ങളുടെ മണം അല്ലെങ്കിൽ പിന്നെ വേറെന്തിൻ്റെ മണമായിരിക്കും ഈ കാട്ടിൽ പരക്കുന്നത്? പൂക്കളുടെ മണം.
അതെ അതെ, പൂക്കളുടെ മണമായിരിക്കും അല്ലേ? പൂക്കൾക്ക് മണമുണ്ടല്ലോ, ഇലകൾക്ക് മണമുണ്ടോ? പൂക്കൾക്ക് മണമുള്ളതുപോലെ ഇലകൾക്ക് മണമുള്ളതായി നിങ്ങൾക്കറിയാമോ? ഏതിലേക്കാ മണമുള്ളത്? ഏതെങ്കിലും ഒരു മണമുള്ള ഇലയുടെ പേര് പറയാമോ? ഏതാ? ആ, കറിവേപ്പില. അമ്മ കറിക്കൊക്കെ ഇടുന്ന കറിവേപ്പിലയ്ക്ക് നല്ല മണമാണല്ലേ? മണത്ത് നോക്കിയിട്ടുണ്ടോ എല്ലാവരും? ഉണ്ടല്ലേ? ആ, വേറെ ഏതിലേക്കാ മണമുള്ളത്? ആ, നാരകത്തിന്റെ ഇലയ്ക്ക് മണമുണ്ടല്ലേ? നാരകം കണ്ടിട്ടുണ്ടോ? നാരങ്ങയൊക്കെ തരുന്ന നാരകം, അതിന്റെ ഇലയ്ക്കുണ്ടല്ലേ മണം? വേറെ ഏതിനെങ്കിലും ഉണ്ടോ? ആ, തുളസിയിലേക്കുണ്ട് മണം. അതെ അതെ, നിങ്ങളുടെ വീട്ടിന് ചുറ്റുമുള്ള മരങ്ങൾക്കോ ചെടികൾക്കോ ഏതിന്റെയെങ്കിലും ഇലയ്ക്ക് മണമുള്ളതായി അറിയാമോ? ശരി, അത് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. എന്തെഴുതും? മണമുള്ള ഇലകളുടെ പേര്. എഴുതില്ലേ? ആ, ശരി ശരി, എഴുതണം കേട്ടോ. ദേ, ആ പക്ഷി വീണ്ടും വരുന്നുണ്ട്. നമുക്ക് നോക്കാം ആ പക്ഷിയെ. ആ, അത് നമ്മുടെ ഓലഞ്ഞാലിക്കിളിയാ. ആരാ വരുന്നത്? ഓലഞ്ഞാലിക്കിളി. നമുക്ക് വിളിക്കാമോ? ഇച്ചിരി വിളിക്കാമേ ഓലഞ്ഞാലിക്കിളിയെ. ഹേയ് ഓലഞ്ഞാലിക്കിളി. അയ്യോ, കേട്ടില്ല ഓലഞ്ഞാലിക്കിളി. ഓലഞ്ഞാലിക്കിളി കേട്ടില്ല മക്കളെ, ടീച്ചർ വിളിച്ചിട്ട്. നിങ്ങളും കൂടി ഒന്ന് വിളിക്കോ? ഉറക്കെ വിളിക്കണേ. വിളിക്കോ ഉറക്കെ? ആ, ഒരുമിച്ച് വിളിക്കാം നമുക്ക്. ഒന്ന് വിളിച്ചേ, ഓലഞ്ഞാലിക്കിളി. ഒന്നുകൂടെ വിളിച്ചേ, നിങ്ങൾ ഉറക്കെ വിളിച്ചേ. ആ, അതാ കേട്ടു, ആ പക്ഷി ഇങ്ങോട്ട് വരുന്നുണ്ട്. നമുക്ക് ചോദിക്കാം കേട്ടോ, ഈ കാട്ടിലെ വിശേഷം എന്താണെന്ന്. അതാ നോക്കിക്കേ, ഓലഞ്ഞാലിക്കിളി വരുന്നുണ്ട്. നിങ്ങൾ വിളിച്ചത് കേട്ടിട്ടാ വരുന്നത്. ദേ കണ്ടോ, വരുന്നുണ്ട്. എന്താ ടീച്ചറെ എല്ലാവരും കൂടെ എന്നെ വിളിച്ചത്? ഈ കാട്ടിൽ എന്തോ ഒരു വിശേഷമുണ്ടെന്ന് പൂമ്പാറ്റക്കുട്ടൻ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു. ആ വിശേഷം തേടിയാ ഞാനും എൻ്റെ മക്കളും വന്നത്. എന്താ ഇവിടുത്തെ വിശേഷം? ടീച്ചറിന് ഒരു സുഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടല്ലോ. എന്താണ് ആ സുഗന്ധം? എവിടുന്നാ അത് വരുന്നത്? ആ വിശേഷപ്പെട്ട സുഗന്ധം തന്നെയാ ഇവിടുത്തെ ചർച്ച. അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എന്തിന്റെ ഗന്ധമാണെന്നോ ആർക്കും അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങിയതാ. ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. ശരി ഓലഞ്ഞാലിക്കിളി. അപ്പൊ എന്താ ഈ കാട്ടിലെ വിശേഷം? ഒരു വിശേഷപ്പെട്ട സുഗന്ധം പരക്കുന്നു അല്ലേ? ആ, എവിടെന്നായിരിക്കും ഈ സുഗന്ധം വരുന്നത്? ഓലഞ്ഞാലിക്കിളി കണ്ടെത്തുന്നതിന് മുമ്പ് നമുക്ക് പോയി കണ്ടുപിടിച്ചാലോ? കണ്ടുപിടിക്കാമോ? നിങ്ങൾ കൂടെ വരുമോ? എവിടെ ഉണ്ടെന്നറിയാമോ? നമുക്കത് വായിച്ചു നോക്കാം. നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. നമുക്ക് വായിക്കാമോ? ടീച്ചർ വായിച്ചു തരാം. നിങ്ങൾ കൂടെ വായിക്കോ? നിങ്ങൾ വായിച്ചാലേ ടീച്ചർ വായിക്കുള്ളൂ. തയ്യാറാണോ? ആ, എന്നാൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പാഠപുസ്തകം എടുക്കാം നമുക്ക്. നോക്കിക്കേ, എന്താ ഈ പാഠത്തിന്റെ പേര്? ഈ കഥയുടെ പേരെന്താ? ഈ തെറ്റിന് ശിക്ഷയില്ല. ആരോ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോ ആരായിരിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടാവുക? എന്തായാലും തെറ്റിന് ശിക്ഷ കിട്ടിയിട്ടില്ല. നമുക്ക് ഈ കഥയൊന്ന് വായിച്ചു നോക്കാം. എന്തൊരു സുഗന്ധം! എല്ലാവരും മൂക്കു വിടർത്തി മണം പിടിച്ചു. എന്തിൻ്റെ മണമാണത്? ഇലഞ്ഞിപ്പൂവിൻ്റെ മണമല്ല, പാലപ്പൂവിൻ്റേതുമല്ല, ചക്കപ്പഴത്തിൻ്റേതുമല്ല. പിന്നെന്തായിരിക്കും അത്? കാട്ടിലാകെ സംസാര വിഷയമായി. ഓലഞ്ഞാലിക്കിളിയാണ് സുഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്തിയത്. കേശൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ വിശേഷപ്പെട്ട ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നു. ആ പൂവ് കാണാൻ എല്ലാവർക്കും അതിയായ മോഹം. ഇപ്പൊ മനസ്സിലായോ എവിടെന്നാ നമുക്ക് ഈ സുഗന്ധം വരുന്നത്? എവിടെന്നാ? ആ, ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. വായിക്കാമോ? ശരി. എന്തൊരു സുഗന്ധം!
എല്ലാവരും മൂക്കുവിടർത്തി മണം പിടിച്ചു. എന്തിന്റെ മണമാണത്? ഇലഞ്ഞിപ്പൂവിന്റെ മണമല്ല, പാലപ്പൂവിൻ്റെതുമല്ല, ചക്കപ്പഴത്തിൻ്റെതുമല്ല. പിന്നെന്തായിരിക്കും അത്? കാട്ടിലാകെ സംസാര വിഷയമായി. ഓലൈഞ്ഞാലിക്കിളിയാണ് സുഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്തിയത്. കേശൻ രാജാവിന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ വിശേഷപ്പെട്ട ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നു. ആ പൂവ് കാണാൻ എല്ലാവർക്കും അതിയായ മോഹം. എവിടെന്നാ ഈ സുഗന്ധം വരുന്നത്? എവിടെന്നാ? ഉറക്കെ പറഞ്ഞേ. കേശൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ നിന്ന്. എവിടെന്നാ സുഗന്ധം വരുന്നേ? ഒരു പൂന്തോട്ടത്തിലെ പൂവിൽ നിന്നാണല്ലേ ഈ സുഗന്ധം വരുന്നത്. ആരുടെ കൊട്ടാരമാണത്? കേശൻ രാജാവിൻ്റെ. ഈ രാജാവ് ആരായിരിക്കും? ഒരു സിംഹമായിരിക്കും അല്ലേ? കാട്ടിലെ രാജാവ് ആരാണ്? സിംഹം. അപ്പോൾ കേശൻ രാജാവ് ഈ സിംഹരാജന്റെ കൊട്ടാരത്തിലെ മനോഹരമായ പൂന്തോട്ടത്തിലെ ഒരു പൂവിൽ നിന്നാണ്. എങ്ങനെയുള്ള പൂവാ അത്? ഒരു വിശേഷപ്പെട്ട പൂവല്ലേ? ആ പൂവിൽ നിന്നാണ് ഈ സുഗന്ധം വരുന്നത്. എന്തൊക്കെയായിരിക്കും ഈ പൂവിനുള്ള പ്രത്യേകത? ഒരു വിശേഷപ്പെട്ട പൂവാണിതെന്നല്ലേ പറഞ്ഞത്? എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ പ്രത്യേകത? നല്ല മണമായിരിക്കും. അതെ അതെ, നല്ല മണം. ആ സുഗന്ധമാണ് നമ്മൾ ഈ കാട്ടിലാകെ പരന്നത്. ഈ വിശേഷപ്പെട്ട പൂവിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, നല്ല മണം. ഇനി എന്തായിരിക്കും? വലിപ്പം കാണും, വലിയ പൂവായിരിക്കാം. ഇനി എന്തായിരിക്കും? നിറങ്ങൾ പലതായിരിക്കാം. വിശേഷപ്പെട്ട പൂവിനെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? കൂടുതൽ അറിയണമല്ലേ? അതിനു മുമ്പ് ടീച്ചറിന് ഒരു സംശയം. നിങ്ങളെല്ലാവരും വായിച്ചപ്പോൾ ശ്രദ്ധിച്ചിരുന്നോ? ശരി, നമുക്കെന്നാൽ ചെറിയൊരു കളിയിലേക്ക് പോയാലോ? പോവാമോ? നമ്മുടെ കളിയുടെ പേരെന്താണെന്ന് അറിയാമോ? എന്താ? കണ്ടെത്താം. എന്താണ്? കണ്ടെത്താം. എന്താണ് കണ്ടെത്താൻ പോകുന്നത്? ടീച്ചർ നമ്മളിപ്പോൾ വായിച്ചില്ലേ, ഈ പാഠഭാഗത്തിലെ കൊച്ചു കൊച്ചു വാക്കുകൾ പറയും. ആ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി തരണം ടീച്ചറിന്. കണ്ടെത്താൻ സഹായിക്കുമോ? ശരി ശരി ശരി. ഒന്നാമത്തെ വാക്ക് പറയട്ടെ ടീച്ചർ. ഒന്നാമത്തെ വാക്ക് പറയട്ടെ. ആദ്യത്തെ വാക്കാണ് സുഗന്ധം. കണ്ടോ നിങ്ങൾ? പാഠഭാഗത്ത് നമ്മളിപ്പോൾ വായിച്ചതില്ല, എവിടെയാണ് ആ വാക്ക് കിടക്കുന്നത്? കണ്ടോ നിങ്ങൾ? കണ്ടുപിടിച്ചോ? എങ്കിൽ ആ വാക്കിന് ചുറ്റും ഒരു വട്ടമിട്ടേ. എല്ലാവരും വട്ടമിട്ടോ? എവിടെയാണ് ആ വാക്ക് കിടക്കുന്നത്? കൊള്ളാം കേട്ടോ, എല്ലാവരും കണ്ടുപിടിച്ചു. ഇനി ടീച്ചർ അടുത്ത വാക്ക് പറഞ്ഞു തരട്ടെ? പറയട്ടെ ടീച്ചർ. സുഗന്ധം എല്ലാവരും കണ്ടുപിടിച്ചല്ലോ. അടുത്ത വാക്കാണ് ഓലൈഞ്ഞാലിക്കിളിയാണ്. ഏതാണ് ആ വാക്ക്? ഓലൈഞ്ഞാലിക്കിളിയാണ്. എവിടെയാണ് ആ വാക്ക് കിടക്കുന്നത്? ഒന്ന് കണ്ടുപിടിച്ചേ. കണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മളിപ്പോൾ വായിച്ച പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. കണ്ടെത്താൻ പറ്റിയോ? നോക്കിക്കേ, എവിടെയാ ഓലൈഞ്ഞാലിക്കിളിയാണ് എന്ന വാക്ക് കിടക്കുന്നേ? എത്ര പേര് കണ്ടുപിടിച്ചു? കൊള്ളാമല്ലോ.
ആ എല്ലാവരും കണ്ടുപിടിച്ചോ? എന്നാ ആ വാക്കിന് ചുറ്റും ഒരു വട്ടം വരച്ചേ. കൊള്ളാം കൊള്ളാം, ആ വാക്ക് നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ? ഇനി ടീച്ചർ അടുത്ത വാക്ക് പറയട്ടെ. അടുത്ത വാക്കാണ് കേശൻ രാജാവിൻ്റെ. ഏതാണ് ആ വാക്ക്? കേശൻ രാജാവിൻ്റെ. എവിടെയാണ് ആ വാക്ക് വരുന്നത്? ഒന്ന് നോക്കിക്കേ. കിട്ടിയോ ആ വാക്ക് എവിടെയാണെന്ന്? ഒന്നും കൂടെ വായിച്ചു നോക്കിക്കേ. ഇതാണോ നിങ്ങൾ കണ്ടുപിടിച്ച വാക്ക്? ശരിയായോ എല്ലാവർക്കും? കേശൻ രാജാവിൻ്റെ എന്ന വാക്ക് എല്ലാവരും വട്ടമിട്ടോ? ആ കൊള്ളാം കേട്ടോ. അപ്പം നമ്മൾ ഏതൊക്കെ വാക്കുകൾ കണ്ടുപിടിച്ചു? ആ സുഗന്ധം. പിന്നെ ഏത് കണ്ടുപിടിച്ചു? ഓലേഞ്ഞാലിക്കിളിയാണ്. പിന്നെ ഏതാണ്? കേശൻ രാജാവിൻ്റെ അല്ലേ? ഇനി അടുത്ത വാക്ക് പറയട്ടെ ടീച്ചർ. അടുത്ത വാക്കാണ് പൂന്തോട്ടത്തിൽ. ഏതാണ് ആ വാക്ക്? പൂന്തോട്ടത്തിൽ. കണ്ടുപിടിച്ചോ? ഒന്ന് വായിച്ചു നോക്കിയ പാഠഭാഗം. പൂന്തോട്ടത്തിൽ. എവിടെയാണ് ആ വാക്ക് കിടക്കുന്നേ? കിട്ടിയോ വാക്ക്? കിട്ടിയോ? ആ എന്നാൽ അതിന് ചുറ്റും ഒന്ന് വട്ടമിട്ടേ. കൊള്ളാം, മിടുക്കന്മാർ. അടുത്ത വാക്ക് പറയട്ടെ ടീച്ചർ. പറയട്ടെ. ആ അടുത്ത വാക്കാണ് മോഹം. മോഹം. എവിടെ കിടക്കുന്നു ഈ പാഠഭാഗത്തിൽ ആ വാക്ക്? കിട്ടിയോ? ഇതാണോ നിങ്ങൾ കണ്ടുപിടിച്ചത്? ആണോ? എന്നാൽ അതിന് ചുറ്റും ഒന്ന് വട്ടമിട്ടോ. വട്ടമിട്ടേ. കൊള്ളാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏതൊക്കെ വാക്കുകൾ കണ്ടുപിടിച്ചു? ആ ഏതാണ് ആദ്യം കണ്ടുപിടിച്ച വാക്ക്? ആ സുഗന്ധം. പിന്നെ വേറെ ഏത് കണ്ടുപിടിച്ചു? ഓലേഞ്ഞാലിക്കിളിയാണ്. അടുത്ത ഏത് വാക്കാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഓലേഞ്ഞാലിക്കിളിയാണ് എന്ന വാക്കിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ച വാക്ക് ഏതാ? ആ കേശൻ രാജാവിൻ്റെ അല്ലേ? ഏതാണ് ആ വാക്ക്? കേശൻ രാജാവിൻ്റെ. അത് കഴിഞ്ഞ് ഏതാ നോക്കിയത് നമ്മൾ? പൂന്തോട്ടത്തിൽ അല്ലേ? ആ അടുത്ത വാക്ക് ഏതാ? അവസാനം നമ്മൾ കണ്ടുപിടിച്ച വാക്ക് ഏതാ? ആ മോഹം. ഏതാണ് ആ വാക്ക്? മോഹം. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കേട്ടോ, മിടുക്കന്മാർ. ശരി, നിങ്ങൾ ഈ പാഠഭാഗം വീട്ടിൽ ഒന്നുകൂടെ വായിക്കുമോ? എല്ലാവരും വായിച്ചു നോക്കൂ. നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ നോക്കി? ആ തുടക്കത്തിൽ നമ്മൾ പൂക്കളുടെ തർക്കം കേട്ടോ അല്ലേ? പൂക്കളുടെ തർക്കത്തിനിടയിൽ ആരാ വന്നത്? ഒരു പൂമ്പാറ്റക്കുട്ടൻ വന്നു അല്ലേ? പൂമ്പാറ്റക്കുട്ടൻ എന്തു പറഞ്ഞു? ആ കാട്ടിലെ വിശേഷത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ? കാട്ടിൽ ആരൊക്കെയാ ഉള്ളത്? കാട്ടിലുള്ള മൃഗങ്ങളുടെ പേരെന്താ? അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമല്ലോ. കാട്ടിലുള്ള മൃഗങ്ങളുടെ പേര് നോട്ട്ബുക്കിൽ എഴുതണേ. ശരി, പിന്നെ വേറെന്താണ്? നമ്മൾ പൂക്കൾക്ക് മണമുള്ളതുപോലെ ഇലകൾക്ക് മണമുണ്ടോ എന്ന് നോക്കി. ഇലകൾക്ക് മണമുണ്ടോ? ആ നമ്മൾ കുറച്ചിലകൾ മണമുള്ള ഇലകളെ പരിചയപ്പെട്ടു. അതുപോലെ മണമുള്ള ഇലകളുടെ പേര് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. കാട്ടിലെ മൃഗങ്ങളുടെ പേരും എഴുതണം. പിന്നെന്താണ്? മണമുള്ള ഇലകളുടെ പേരും എഴുതണം കേട്ടോ. പിന്നെ നമുക്ക് ഈ സുഗന്ധം വരുന്നത് എവിടെ നിന്നാണ്? ഈ കാട്ടിലാകെ പരന്ന സുഗന്ധം എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ ഒരു പൂവിൽ നിന്ന്. എവിടത്തെ പൂവാ അത്? കേശൻ രാജാവിൻ്റെ പൂന്തോട്ടത്തിലെ പൂവല്ലേ? ആ
ആ പൂവിൽ നിന്ന് വരുന്ന സുഗന്ധമാണ് കാടാകെ പരന്നത്. ആ പൂവ് എങ്ങനെ ഇരിക്കും? നിങ്ങളതൊന്ന് വരച്ച് നിറം കൊടുത്തു നോക്കൂ. ശരി, ഈ കഥയുടെ പേരെന്താണ്? ഈ തെറ്റിന് ശിക്ഷയില്ല. ആരാണ് ഇവിടെ തെറ്റ് ചെയ്തതെന്ന് നമുക്കറിയണ്ടേ? അറിയണ്ടേ? അപ്പോൾ നമ്മൾ നന്നായിട്ട് നിങ്ങൾ വീട്ടിൽ പോയി പാഠഭാഗമൊക്കെ വായിക്കണം കേട്ടോ. നമുക്ക് ഇവിടെ തെറ്റ് ചെയ്തത് ആരാണെന്ന് കണ്ടെത്താം അടുത്ത ക്ലാസ്സിൽ. ശരി.